നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. തിരുവാതിര നക്ഷത്രമാണ്. പൊതുവെ വർഷത്തിൽ ആദ്യ ഭാഗം കുറച്ച് നല്ലതായിട്ട് പറയാമെങ്കിലും മധ്യത്തിൽ കുറച്ച് മോശമായിട്ട് അവസാനം കുറച്ച് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. വീട്ടിലെ അവനവന്റെ വാക്കുകൾ മാനിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷമം ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഇവർക്ക് ആഹ്ലാദം പകരുന്ന പല അവസരങ്ങളും പല വാർത്തകളും കേൾക്കാനുള്ള യോഗം കാണുന്നുണ്ട്. തന്നിലും പ്രായമുള്ള വ്യക്തികളുമായിട്ട് കലഹിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. പ്രേമം ഒക്കെ പൂർണ്ണമായിട്ടും വിജയത്തിൽ എത്താനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ജോലിയിലും ബിസിനസ്സിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന വർഷമാണെങ്കിലും അതിലൊക്കെ നല്ല ഒരു സന്തോഷമുള്ള അവസ്ഥകൾ ഈ വർഷം തന്നെ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഭൂമിയിൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹത ഇവയൊക്കെ കാണുന്നുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പങ്കാളിയായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന വർഷമായിട്ട് പറയാവുന്നതാണ്. തറവാടുകൾ വിട്ട് താമസിക്കാനുള്ള അവസരമൊക്കെ നന്നായിരിക്കും. അതുപോലെ വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാത്ത ആദായം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും വിജയിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾക്കാരും വിദ്യാഭ്യാസം നല്ല പുരോഗതി ഉണ്ടാകുന്ന വർഷമായിട്ട് പറയാം. ജോലിയിൽ ഉയർച്ചയും അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ ഉണ്ടാകുന്ന വർഷമായിട്ട് പറയുന്നുണ്ട്. പട്ടാളം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും എന്തെങ്കിലും ബഹുമതികൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ വ്യായാമക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്മേഷം ചില അവസരങ്ങളിൽ ഇവർക്ക് ഉണ്ടായെന്ന് വരികയില്ല. എങ്കിലും വർഷാന്ത്യം വീട്ടിൽ പൂജാതി മംഗള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത് നല്ല പുരോഗതിയുള്ള അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട്. വിദേശത്ത് പഠിക്കുന്നവർക്കായാലും നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് വ്യയം, അതായത് ചെലവുകൾ കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കേണ്ട, പേഴ്സണൽ ലോണൊക്കെ എടുക്കേണ്ട അവസ്ഥയും ഈ ഒരു വർഷം ഇവർക്ക് കാണുന്നുണ്ട്.